നിലമ്പൂരിൽ ഓവർ ടൈം പണിയെടുക്കേണ്ടെന്ന ബി.ജെ.പിയിൽ ധാരണ. പുറമേ നിന്ന് പ്രവർത്തകരോ വൻതോതിൽ ഫണ്ടോ എത്തില്ല. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ മലപ്പുറം ജില്ലയിലെ പ്രവർത്തകരെ ഉണ്ടാകൂ. വാശിയേറിയ ഉപതിരഞ്ഞെടുപ്പുകളിൽ സാധാരണ സംസ്ഥാനമെമ്പാടുമുള്ള നേതാക്കളെയും പ്രവർത്തകരെയും മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാറുണ്ടായിരുന്നു. ഇക്കുറി അതുണ്ടാകില്ല. തദ്ദേശ തിരഞ്ഞെടുപ്പ് മുൻനിർത്തി ബി.ജെ.പി ആസൂത്രണം ചെയ്ത പ്രവർത്തനങ്ങളുടെ താളം തെറ്റാതിരിക്കാനാണിത്. കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ എന്നിവരും മുതിർന്ന സംസ്ഥാന നേതാക്കളും താരപ്രചാരകരായി നിലമ്പൂരിൽ വന്നുപോകും. ഈ സമയത്തും തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏൽപ്പിച്ചിരിക്കുന്ന പ്രവർത്തനങ്ങൾ സമാന്തരമായി നിർവഹിക്കണമെന്നാണ് ഇവരോട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കളോട് ജൂൺ 5 മുതൽ തിരഞ്ഞെടുപ്പ് കഴിയും വരെ നിലമ്പൂരിൽ തങ്ങണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഡോക്ടർ എം അബ്ദുൽ സലാം, ഷോൺ ജോർജ്, ജിജി ജോസഫ്, നോബിൾ മാത്യു, സുമുത് ജോർജ് തുടങ്ങിയവരോടാണ് മണ്ഡലത്തിൽ തങ്ങാൻ പറഞ്ഞിരിക്കുന്നത്. അടിസ്ഥാന വോട്ട് നിലനിർത്തുന്നതിനൊപ്പം കൂടുതൽ ക്രൈസ്തവ വോട്ട് നേടുകയാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. നിലമ്പൂരിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കേണ്ടെന്ന അഭിപ്രായമായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്. എന്നാൽ പിന്നീട് നടന്ന കോർ കമ്മിറ്റിയിൽ മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരൻ പാർട്ടിയുടെയോ മുന്നണിയുടെയോ സ്ഥാനാർത്ഥി മത്സരിക്കണമെന്ന ആവശ്യമുയർത്തി. മലപ്പുറത്തെയും നിലമ്പൂരിലെയും നേതാക്കളും സ്ഥാനാർത്ഥി വേണമെന്ന് വാശി പിടിച്ചു. ഇതേ തുടർന്നാണ് മത്സരിക്കാൻ തീരുമാനിച്ചത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 10,000 സീറ്റ് ലക്ഷ്യം വെച്ച് വികസിത കേരളം ക്യാമ്പയിൻ നടത്തി വരികയാണ് ബി.ജെ.പി. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ, വികസിത വാർഡ് പ്രചരണം, ഫണ്ട് ശേഖരണം, വാർഡ് തല സർവേ, പദയാത്ര എന്നിങ്ങനെ തീയതി നിശ്ചയിച്ച് നേതാക്കളും പാർട്ടി ഘടകങ്ങൾക്കും ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. ഇത് പ്രാവർത്തികമാക്കുന്നതിനായാണ് മറ്റു ജില്ലകളിൽ നിന്നുള്ള നേതാക്കളെ നിലമ്പൂരിലേക്ക് അയക്കേണ്ടെന്ന് തീരുമാനിച്ചത്. അതേസമയം ഇതിനിടയിൽ മറ്റൊരു വാർത്തയും ശ്രദ്ധ നേടുകയാണ്. എം സ്വരാജ് ജയിക്കുമെന്ന് ബി.ജെ.പി അനുകൂല മാധ്യമ നിരീക്ഷകന്റെ സാമൂഹിക മാധ്യമ കുറിപ്പിൽ പറയുന്നു. മാധ്യമങ്ങളിൽ ബി.ജെ.പിക്ക് വേണ്ടി സംസാരിക്കുന്ന ഷാബു പ്രസാദിന്റേതാണ് പ്രഖ്യാപനം. CPM ബി.ജെ.പി ബന്ധം UDF ആരോപിക്കുന്ന ഘട്ടത്തിലാണിത്. നിലമ്പൂരിൽ സ്വരാജ് ജയിക്കും. അടുത്ത 10 മാസം മന്ത്രിയുമാകും. കാലാകാലങ്ങളായി കോൺഗ്രസിന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനികളിലെ വലിയൊരു വിഭാഗം ബി.ജെ.പിക്ക് വോട്ട് ചെയ്യും, അല്ലെങ്കിൽ വിട്ടുനിൽക്കും. 2026 തിരഞ്ഞെടുപ്പോടെ കേരളത്തിൽ നടക്കാൻ പോകുന്ന UDFന്റെ ശവമടക്കിന്റെ ഒരുക്കമാണ് നിലമ്പൂർ. മൂന്നാം ഊഴത്തിലൂടെ CPMന്റെയും. ഇതാണ് ഷാബു പ്രസാദിന്റെ കുറിപ്പിലുള്ളത്. ഈ കുറിപ്പ് ബി.ജെ.പിയുടെ ഉറക്കം കെടുത്തുമെന്നതിൽ സംശയം വേണ്ട. അതേസമയം ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, ശോഭ സുരേന്ദ്രൻ, PK കൃഷ്ണദാസ്, BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കൊപ്പം എത്തി മോഹൻ ജോർജ് കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. അനാവശ്യമായ തിരഞ്ഞെടുപ്പായിരുന്നുവെന്നാണ് രാജീവ് ചന്ദ്രശേഖർ ആവർത്തിക്കുന്നത്. LDFും UDFും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ NDA ആ വെല്ലുവിളി ഏറ്റെടുത്തു. വികസിത കേരളം, വികസിത നിലമ്പൂർ, അതാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. ജനങ്ങൾക്ക് 2 ചോയ്സ് ഉണ്ട്, ഏത് വേണമെങ്കിലും സ്വീകരിക്കാം. മോഹൻ ജോർജ് നിലമ്പൂരിന്റെ മകൻ. NDA ഒറ്റക്കെട്ടായാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. പുതിയ കാഴ്ചപ്പാട് പങ്കുവയ്ക്കുന്ന സ്ഥാനാർത്ഥിയെയാണ് തേടിയത്. ബി.ജെ.പിയിലേക്ക് വരുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യും. പഴയ രാഷ്ട്രീയമാണ് മറ്റു 3 കാൻഡിഡേറ്റുകളും പ്രചരണത്തിൽ അവതരിപ്പിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു. കേരള കോൺഗ്രസിൽ നിന്നും ധാരാളം ആളുകൾ ഇനിയും ബി.ജെ.പിയിൽ എത്തുമെന്ന് മോഹൻ ജോർജും പറഞ്ഞു. ആര് തള്ളിപ്പറഞ്ഞാലും ജനങ്ങൾ തള്ളിപ്പറയില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നന്നായി അറിയുന്ന ആളാണ് താനെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേരള കോൺഗ്രസ് മുൻ നേതാവ് കൂടിയാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ്. നിലവിൽ നിലമ്പൂർ കോടതിയിൽ അഭിഭാഷകനായി പ്രവർത്തിച്ചു വരികയാണ്. മാർത്തോമ സഭാ പ്രതിനിധിയും നിലമ്പൂർ ചുങ്കത്തറ സ്വദേശിയുമാണ് ഇദ്ദേഹം.